Our TV 24/7 presents Pada Namukku Padam in association with Dance and Beats. Title sponsor Sorghum Group of Companies. Main sponsor My Gold Wallet powered by Arakil Gold and Diamonds. നമ്മുടെ നെക്സ്റ്റ് പെർഫോമർ ഫെമിദ സുധീർ. ഹായ്, എൻ്റെ പേര് ഫെമിദ. ഞാൻ ദുബായ് ഇന്ത്യൻ അക്കാഡമി സ്കൂളിലെ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ ഹോബീസായിട്ട് ഞാൻ വയലിൻ വായിക്കും, പിന്നെ ഇപ്പോൾ ഗിറ്റാർ പഠിക്കുന്നുണ്ട്, അപ്പോൾ അതും വായിക്കാറുണ്ട്. എനിക്ക് പാട്ട് മാത്രമല്ല വയലിനും ഗിറ്റാറും ഇഷ്ടമാണ്. എന്നെ ഇപ്പോൾ മ്യൂസിക് പഠിപ്പിക്കുന്നത് രാജീവ് രമേശ് എന്നുള്ള സാറാണ്. ഇതിനു മുന്നേ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് കലാധരൻ സാറാണ്. പിന്നെ ഞങ്ങൾ ദുബായിലാണ് താമസിക്കുന്നത്. എൻ്റെ കൂടെ എൻ്റെ വാപ്പി, ഉമ്മി, ഇത്തി, അനിയനാണുള്ളത്. നാട്ടിൽ ഞാൻ കൊല്ലം ശാസ്താംകോട്ടയിൽ നിന്നാണ്. അവിടെ എൻ്റെ വാപ്പുമ്മ, അതുപോലെ തന്നെ വാപ്പാപ്പ, അവരെ ഞാൻ ഉമ്മ വാപ്പ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഉമ്മയുടെ പേരൻസ് അവർ രണ്ടുപേരും ഉണ്ട്. അവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഇതെൻ്റെ വാപ്പി, ഇതെൻ്റെ ഉമ്മി. എൻ്റെ രണ്ടാമത്തെ മോളാണ് ഫെമിദ. അവൾ കുഞ്ഞുനാൾ മുതലേ പാട്ട് അവൾക്ക് ഇഷ്ടമായിരുന്നു. പാട്ട് പഠിക്കുന്നുണ്ട്. ഞങ്ങൾ പൂർണ്ണ സപ്പോർട്ട് അവൾക്ക് കൊടുക്കുന്നുണ്ട്. പിന്നീട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അവൾക്ക്. ആശംസകൾ ഈ പരിപാടിക്ക്. ചെറുപ്രായം തൊട്ടേ അവളിങ്ങനെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ അവളിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു. അങ്ങനെയാണ് അവൾ പാടാനുള്ളൊരു ടാലൻ്റ് ഉണ്ടെന്ന് മനസ്സിലായത്. പാട്ട് സ്കൂളിലെ മൂത്ത ആളെയും കൊണ്ട് പോകുന്ന സമയത്ത് ഇവിടെ അവിടെ നിന്ന് താളം കൊട്ടുമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ അവളെയും പാട്ടിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ച് ഉയർത്തി. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എൻ്റെ മോൾക്കുണ്ടാവണം. എല്ലാവിധ ആശംസകളും. ഇതെൻ്റെ ഇത്തി അഫ്രിന, ഇതെൻ്റെ അനിയൻ റയാൻ. ഞാൻ അവർ TV 24/7 പാടാം നമുക്ക് പാടാം എന്ന പ്രോഗ്രാമിലേക്ക് സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ലെറ്റ്സ് വെൽക്കം ഫെമിദ സുധീർ ഓൺ ദി സ്റ്റേജ്. ഫെമിദ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. പാട്ടൊക്കെ പഠിച്ചോ? പഠിച്ചു. ഓണം വന്നോ? കൈ നിറച്ച് വളയിട്ടോ, മാലയിട്ടോ, മുല്ലപ്പൂ വെച്ചു, നല്ല പാവാട ഉടുപ്പ്, ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ. സുന്ദരിയായിട്ടുണ്ട്. ഈ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങുമ്പോൾ അല്ലേ, നമ്മുടെ കുപ്പിവളയിലും എന്താണ് പാവാട ഉടുപ്പ്, ഓണത്തിന് ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് അല്ലേ? എന്താ ഓണത്തെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ഓണം എന്ന് പറയുമ്പം എല്ലാവരും ഒരുമിച്ച് കൂടി സന്തോഷത്തോടെ, ഒത്തൊരുമയുടെയും സന്തോഷത്തിന്റെയും പങ്കുവെക്കലിന്റെയും അല്ലേ, തുല്യതയുടെയൊക്കെ ഒരു ഇതാണ് ഓണം എന്ന് പറയുന്നത് അല്ലേ? നാട്ടിൽ ഓണം ആഘോഷിച്ചിട്ടുണ്ടോ? നാട്ടിൽ ഓണം, ഇവിടുത്തെ ഓണമാണോ നല്ലത്? നാട്ടിലെന്താണ്? നാട്ടിലാകുമ്പം ബന്ധുക്കളും എല്ലാവരും ഉണ്ട് അല്ലേ? എല്ലാവരുമായിട്ട് നമുക്ക് ഓണം എല്ലാ ദിവസവും എല്ലായിടത്തും സദ്യയൊക്കെ കഴിച്ച് നല്ല അടിച്ചു വിളിച്ച് നടക്കും. പിന്നെ സ്കൂളിൽ പോകണ്ട, അവധിയല്ലേ അല്ലേ? അതൊക്കെ ഭയങ്കര സന്തോഷമല്ലേ? ഫെമിദ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹായ്, ഇന്ന് മോളെ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? 10 വെളുപ്പിന് അല്ലേ? ഓക്കെ, ഈ പാട്ട് ആരെ പാടിയെന്നറിയോ? ചിത്രാമ്മ പാടി. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു. മുറ്റത്തു നിൽക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. 10 വെളുപ്പിന് മുറ്റത്തു നിൽക്കണ
കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. വിൽവാദ്രിനാഥൻ പള്ളിയുണരുമ്പോൾ പഞ്ചമി ചന്ദ്രന് പാലോട്ട്. വിൽവാദ്രിനാഥൻ പള്ളിയുണരുമ്പോൾ പഞ്ചമി ചന്ദ്രന് പാലോട്ട്. വള്ളുവനാട്ടിലെ സുന്ദരി പെണ്ണിന് കല്ലടിക്കോട്ടുന്ന് കല്യാണം. പത്തു വെളുപ്പിന് മുറ്റത്തു നിൽക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. കല്യാണ പെണ്ണിനും ചെക്കനും ഇന്ന് കിള്ളിക്കുറിശ്ശിയിൽ വരവേൽപ്പ്. കല്യാണ പെണ്ണിനും ചെക്കനും ഇന്ന് കിള്ളിക്കുറിശ്ശിയിൽ വരവേൽപ്പ്. നാക്കില നീരപറ പൂകുല പൊൻകണി നാലും വെച്ചുള്ളൊരു വരവേൽപ്പ്. പത്തു വെളുപ്പിന് മുറ്റത്തു നിൽക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. മാനത്തു രാത്രിയിൽ പുള്ളിപ്പൊലിക്കളി, മായന്നൂർ കാവിൽ പാവക്കൂത്ത്. മാനത്തു രാത്രിയിൽ പുള്ളിപ്പൊലിക്കളി, മായന്നൂർ കാവിൽ പാവക്കൂത്ത്. പെണ്ണിനു രാത്രിയിൽ പൂതിരുവാതിര, ചെക്കൻ്റെ മോറ് ചിന്താമര. പത്തു വെളുപ്പിന് മുറ്റത്തു നിൽക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. ഫെമിക്കുട്ടി, യെസ്, ഈ ഓണസദ്യ കഴിച്ചിട്ട് പ്രതീതിയായിരുന്നു പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ. താങ്ക് യു. അതായത് എന്താ പറയണേ, ഭരതൻ സാറിൻ്റെ ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് മനുഷ്യൻ്റെ ജീവിതമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സിനിമയായിരിക്കും, യാഥാർത്ഥ്യങ്ങളുടെ ഒരു പെരുമഴക്കാലമായിരിക്കും അല്ലേ. അതുപോലെ പാട്ടും അത്രയും റിച്ചാണ്, സംഗതികളും. എനിക്ക് പാട്ടിനെ പറ്റി ആധികാരികമായി പറയാൻ അറിയില്ലെങ്കിലും ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലുണ്ട്. ഉർവശി ചേച്ചിയും മുരളി സാറും ഒക്കെ ആയിട്ട് എന്താ പറയണ ഒരു ഗംഭീര സാധ. അതുപോലെ മോളും ആ പാട്ട് അത്രയും നമുക്ക് ഭംഗിയായിട്ട് അതിനെ പാടി. ബാക്കിയൊക്കെ ഇങ്ങനെ ജഡ്ജസിൻ്റെ കമൻറ്റിലേക്ക് പോവാം. ഫെമിതക്കുട്ടി, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഫെമിതക്കുട്ടി, എന്ത് രസമായിട്ടാ പാടിയേ. ശരിക്കും ഇങ്ങനെ കേട്ടിരിക്കുക എന്ത് രസമാണെന്നറിയാവോ. ഭംഗിയായിട്ട് പാടി. കണ്ടിരിക്കാനും കേട്ടിരിക്കാനും കണ്ടിരിക്കാനും അത്ര രസമായിരുന്നു. ശരിക്കും ചില ഭാഗങ്ങളൊക്കെ എടുക്കുമ്പോൾ ഞാനിങ്ങനെ അതിലേക്ക് അങ്ങ് അലിഞ്ഞു പോകുമായിരുന്നു. ഭംഗിയായിട്ട് പാടി കേട്ടോ. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ഫെമിത എങ്ങനെ ഉണ്ടായിരുന്നു പാടിയിട്ട്? കുഴപ്പമില്ലായിരുന്നു, ഓക്കെ ആയിട്ട് പാടി. ഇഷ്ടമായില്ലേ പാടിയത്? ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് നമ്മളെ ബിജു ചേട്ടനും ചിത്രേച്ചും കൂടി പാടിയ പാട്ടാണ് അല്ലേ? നമ്മളെ രവീന്ദ്ര മാഷ് സാറിൻ്റെ മ്യൂസിക്കലി. ഓക്കെ, നന്നായി പാടിയിട്ടുണ്ട്. അത്ര കുറ്റം പറയാനായിട്ടൊന്നുമില്ല. എന്തായാലും എല്ലാവിധ ആശംസകളും. ഫമിത, യെസ് സർ. 10 വെളുപ്പിന് മുറ്റത്ത് നിൽക്കണ കസ്തൂരി മുല്ലയാണ് ഇത് അല്ലേ? കസ്തൂരി മുല്ലയല്ലേ അല്ലേ? കറക്റ്റായിട്ട് 10 വെളുപ്പിന് മുറ്റത്ത് നിൽക്കുന്ന കസ്തൂരി മുല്ലയാണ് ഇപ്പോൾ പാടിയത്. അത്രയും ബ്യൂട്ടിഫുള്ളായി പാടിയിട്ടുണ്ട് ഈ ഒരു പാട്ട്. താങ്ക് യു. എവിടെ പാട്ട് പഠിക്കുന്നുണ്ടോ മോള്? ആ, പഠിക്കുന്നുണ്ട്. ആരെടുത്ത് പഠിക്കുന്നത്? നാട്ടിൽ നിന്ന് ഓൺലൈൻ ക്ലാസ്സാണ്. നാട്ടിൽ നിന്ന് ഓൺലൈനിലാണ് പഠിക്കണം അല്ലേ? അതെ. ഓക്കെ. എന്തായാലും നന്നായി ആ പാട്ടിൻ്റെ സംഗതികൾ എന്നൊക്കെ പറയുമല്ലോ അല്ലേ? എന്താണ് സംഗതി? ആ വോയിസിൻ്റെ വൈബ്രേഷൻസ്, മോഡുലേഷൻസ്, പിന്നെ ചില ഭാഗത്ത് കുറച്ച് ഫീലും കൂടി ആയാൽ കുറച്ച് നന്നാവും. സംഗതികളൊക്കെ കുഴപ്പമില്ലാണ്ട് നന്നായി പാടിയിട്ടുണ്ട്. ഇവിടെ ലൈവിൽ എവിടെയെങ്കിലും പാടലുണ്ടോ നമ്മുടെ യു എയിൽ?
ഓർക്കസ്ട്രയിൽ എവിടെയെങ്കിലും പാടലുണ്ടോ? ഇവിടെ ഇശലിംബം എന്നും പറഞ്ഞ റേഡിയോ കേരളത്തിൻ്റെ ഒരു പ്രോഗ്രാമിലുണ്ട്. പാടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ കുറേ സ്റ്റേജിൽ മോൾക്ക് എന്തായാലും കിട്ടും, അത് ഉറപ്പാണ്. ഇത് ചിത്ര ചേച്ചി അല്ലാതെ ഒരാളും കൂടി പാടിയിട്ടുണ്ട്, അറിയോ ഈ പാട്ട്? രവീന്ദ്ര മാഷ് സംഗീതത്തിൽ ഇതേ പാട്ട് ഒരാളും കൂടിയും പാടിയിട്ടുണ്ട് മലയാള പ്ലേ ബാക്ക് സിംഗിങ്ങിൽ. അറിയോ ആരാന്ന്? ബിജു നാരായണൻ എന്ന് പറഞ്ഞൊരു സിംഗറുണ്ട്. അത് ആ പാട്ട് അതൊന്ന് കേട്ടോ കേട്ടോ. ബിജു നാരായണൻ ഈ പാട്ട് 10 വെളുപ്പിന് എന്നുള്ള പാട്ട് പാടിയിട്ടുണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നു ബിജു നാരായണൻ്റെ ആദ്യത്തെ പാട്ടല്ലേ മലയാള അല്ലേ? ഓക്കെ, എന്തായാലും വളരെ വിഷമോളൂ. മോൾക്ക് മാം തരുന്ന മാർക്ക് 47. മോൾക്ക് മാർക്ക് ഔട്ട് ഓഫ് 50 48. താങ്ക് യു. ഓക്കെ, സാറൊരു കാര്യം ചെയ്യാം, അപ്പോൾ ഞാൻ 49 തരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Co-sponsors Ambadi Restaurant, Vinmosa Travels, Sweet Basket, Happy Baby Mobiles, Eversafe Group of Companies and Intellectual Education Center. Supporting sponsors Iris Imaging and Diagnostic Center, Alia Kids Entertainment Center, Defender Security Service, Sikine Innovation based on quality and NK Group.